ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല അടിപൊളി ക്രിസ്പിയിലും അതുപോലെ തന്നെ നല്ല സോഫ്റ്റിലുണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമുക്കൊന്ന് റെസിപ്പിയിലോട്ട് പോയാലോ? ഇനി ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത് കേട്ടോ. അപ്പോൾ ഇതിനെ ഈ ഒരു നാഴിയാണ് കേട്ടോ, ഇവിടെ നാഴി എന്ന് പറയാം, നിങ്ങളുടെ ഭാഗത്തേക്ക് എന്താ പറയുകയെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ഒരു നാഴിക്ക് ഞാൻ 2 നാഴി പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന അതേ പച്ചരിയാണ്. ആ നാഴിയുടെ 1/2 കപ്പ് ഞാൻ 1/2 നാഴി ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിതൊരു 10 മണിക്കാണ് കേട്ടോ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്ന സമയം. അപ്പോൾ ഇതിനി ഒരു 3 മണിയാകുമ്പോൾ നമുക്ക് എന്താ അവസ്ഥ എന്ന് നോക്കി നോക്കാം. ഇതിന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു ജാറെടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിന് കുറച്ച് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു കൈപ്പിടിയോളം നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ചോറുണ്ടല്ലോ, അത് കാലത്തേക്കാകുമ്പോൾ വെള്ളച്ചോറാണെന്നല്ലേ പറയാം. അപ്പോൾ ആ വെള്ളച്ചോറ് ഒരു പിടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ വീണ്ടും അതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതന്നെ ഞാൻ 3 പ്രാവശ്യമാണ് കേട്ടോ അരച്ചെടുത്തത്. വലിയ ജാറാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമൊക്കെ അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നിർത്തി അരയ്ക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇനി അപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ചിലർ അടിപൊളിയായിട്ട് ഉണ്ടാക്കും, ചിലർക്ക് എത്ര ഉണ്ടാക്കിയാലും അത് ശരിയാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് സോഡാപ്പൊടി ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റോളം ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് പുളിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടപ്പിട്ട് മൂടിക്കൊടുക്കുക. അപ്പോൾ ഈ 9 മണിയാകുമ്പോൾ ഇതാണ് കേട്ടോ ഒരു അവസ്ഥ. പതിയെ ഒന്ന് മേലേക്ക് പൊന്തി വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്കൊന്ന് അപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് അപ്പമൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പുളിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കാലത്ത് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.